ഹായ് ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കളെ. എന്തിനാന്നല്ലേ ഞാൻ ലേറ്റായിപ്പോയി. പക്ഷെ ലേറ്റായത് വേറൊന്നും കൊണ്ടല്ല, വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. ലൈവിൽ തന്നെ ഞാൻ ഇരിക്കുന്നത് തുമ്മിയിട്ടൊക്കെയാണ്. അലർജിയുടെ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ട്. സൗണ്ടൊന്നും ശരിയാവുന്നില്ല. ഇപ്പം തന്നെ ലൈവിലിരിക്കുമ്പോൾ തന്നെ പിള്ളേരെല്ലാം പറയുന്നുണ്ട്, ചേച്ചി സൗണ്ടില്ല എന്ന്. പഴയതുപോലെ സൗണ്ട് വരുന്നില്ല. എന്നാലും എന്നെല്ലാവുന്ന വിധം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ വന്ന എന്തെന്നറിയാമോ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക്സ് പറയാനാണ്. കാരണം എന്നെ ഇതുവരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പം ഈ വാച്ചോറൊന്നും ഒപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ മോണിയായപ്പോൾ ഉടനെ ചെയ്യണമായിരുന്നു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല, അത് ഞാൻ വിചാരിച്ചു അതിൻ്റെ പ്രോസസ്സൊന്നും കഴിഞ്ഞിട്ടുമില്ല, ഇനിയുമുണ്ട് പ്രോസസ്സ്. എന്നാൽ ഇപ്പോഴെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. എല്ലാവരും മോണിയായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയി എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളെ കൂടെ നിൽക്കുന്നവരെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഒറ്റൊരു പ്രാവശ്യമെങ്കിലും എന്നോട് ചിരിച്ച ഒരു വ്യക്തിയെപ്പോലും ഞാൻ ഓർത്ത് വയ്ക്കുന്ന ആളാണ്. ഓർത്ത് വയ്ക്കും. പിന്നെ അവരുടെ അടുത്ത് ആ സ്നേഹം എനിക്കുണ്ടാവും. ചിലരങ്ങനെയല്ല കേട്ടോ. കാര്യം കഴിയുന്നവരെ നമ്മളടുത്ത് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അതേ ഓരോരുത്തരുടെ സ്വഭാവം. അതുപോട്ടെ, ഞാനിപ്പോൾ അതൊന്നും പറയാൻ വന്നതല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഒരു താങ്ക്സ് പറയാൻ വന്നതാണ്. സൗണ്ട് ശരിയാവുന്നില്ല. എന്നാലും എൻ്റെ ലൈവിൽ വന്ന് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത, ആദ്യകാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് പാത്തു. പിന്നെ പത്തുനെ മറക്കാൻ പറ്റില്ല. കാരണം ലൈവ് തുടങ്ങി ലൈവ് തീരുന്നവരെ പാത്തു, വാഹിദ, DGR ഇവരൊക്കെ ആദ്യകാലങ്ങളിൽ ലൈവിൽ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യവും തിരക്കുകൾ കാരണം മാറിപ്പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഫ്രണ്ട്സെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അനിയന്മാരും അനിയത്തിമാരും എൻ്റെ മോൻ്റെ പ്രായമുള്ള കുട്ടികളും പഠിക്കുന്ന സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് കുറേ പേരെ എനിക്ക് കിട്ടി. ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന, ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് ലൈവ് കഴിയുന്നത് വരെ, അതായത് അതിൻ്റെ എൻഡ് വരെ ഞാൻ നിർത്തിയാലും അവർ നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അവരുടെ അടുത്ത് നേരിട്ടൊരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിലേ അത് വല്ലാത്തൊരു മോശമായിപ്പോവും. താങ്ക്സിലൊന്നും നിൽക്കത്തില്ല. അത് സത്യമാണ്. എന്നാൽ എനിക്ക് അവർക്ക് എൻ്റെ അടുത്തുള്ളതുപോലെ സ്നേഹം എനിക്ക് അവരുടെ അടുത്തുണ്ട്. ഇപ്പം തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. അലർജി ഭയങ്കര ഹൈ ആയിട്ട് അലർജിക്കുമാണ്, തുമ്മലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഉള്ള എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകൾ എടുത്തു പറയാനുള്ളത്, സീനു, ഷിബു, പിന്നെ ഇപ്പോൾ പുതുതായിട്ടൊരു കൊച്ചു വന്നിട്ടുണ്ട്, മാളവിക എന്നും പറഞ്ഞിട്ട്. നോട്ടികൾ നല്ല കുട്ടിയാണ് മാളവിക. പിന്നെ അക്സ, ലാവണ്യ, പിന്നെ നമ്മുടെ ഫഹദ്, FD എന്ന് പറഞ്ഞാൽ ഫഹദ്, പിന്നെ ലൂഫി ആദ്യകാലത്തെ ലൂഫി ഉണ്ടോ? ലൂഫിയുടെ പേര് പറയാൻ മറന്നുപോയി, സോറി. ലൂഫി ഫസ്റ്റിലേ ഉണ്ട്. പാത്തുവും ലൂഫിയൊക്കെയാണ് കട്ടയ്ക്കെൻ്റെ കൂടെ നിന്നത് ആദ്യകാലത്തൊക്കെ. ഞാൻ ലൈവ് തീരുന്നത് വരെയും കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്നത് പാത്തുവും ലൂഫിയുമാണ്. അത് മറക്കാൻ പറ്റില്ല. വാഹിദ, ഇവർ 3 പേരും എൻ്റെ കൂടെ കട്ടയ്ക്കുണ്ടായിരുന്നു. പിന്നെ
ഇപ്പം എൻ്റെ കൂടെ കട്ടയ്ക്ക്, അതായത് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നിൽക്കുന്നവരാണ് ഷിബു, സീനു, അക്സ, നാജിയ, ലാവണ്യ, കുറേ പേരുണ്ട്. ഫഹദ്, FD എന്ന് വിളിക്കുന്ന ഫഹദ്, പിന്നെ ആൽബിൻ, പിന്നെ മിഥുൻ, പിന്നെ വാഴയുടെ പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ് വാഴ എന്ന് പറയുന്നത്. പിന്നെ അപ്പുക്കുട്ടൻ, പിന്നെ ആരാ, ജോബിന, മാളു, എക്സെട്ര അങ്ങനെ പറയാനേ പറ്റൂ. കാരണം ഒത്തിരി പേരുണ്ട്. ഇതിലാരെങ്കിലും പേര് വിട്ടിട്ട് പോയെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ മോണിയാവാൻ കാരണക്കാർ അവർ തന്നെയാണ്. അവർ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് വാച്ചോറ് ഇത്രയും കിട്ടത്തില്ലായിരുന്നു. കാരണം അവർ വന്ന് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ലൈവ് ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇഷ്ടപ്പെടുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഞാൻ വേറെ ഒന്ന് ലൈവിൽ ഞാൻ കൊടുക്കാൻ എനിക്ക് തോന്നുന്നത് ഞാനൊരു സന്ദേശം, അതായത് അവയർനെസ്, അല്ല അറിവ്, നോളജ്, അത് ഞാൻ സമൂഹത്തിന് പകരുന്നുണ്ട്. കുറച്ച് ഫണ്ണ്, അതിനോടൊപ്പം കുറച്ച് കുസൃതി ചോദ്യങ്ങളും കുറച്ച് GK ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ലൈവ് അടിച്ചു വിളിക്കുകയാണ്. അതിൽ കുറച്ച് സ്റ്റുഡൻസാണ് കൂടുതലും വരുന്നത്. +2 പഠിക്കുന്ന കുട്ടികളുണ്ട്, B.Ed കഴിഞ്ഞവരുണ്ട്, PSC എഴുതുന്നവരുണ്ട്. സജിത്ര PSC എഴുതുന്ന കുട്ടിയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നതാണ് എൻ്റെ കുടുംബം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇത് പുതിയ ചാനലാണ്, സെക്കൻഡ് ചാനലാണ്. എനിക്ക് നേരത്തെ ഒരു ചാനലുണ്ടായിരുന്നു. 2020 ഞാൻ തുടങ്ങിയതാണ്, 5 വർഷമായി. പക്ഷെ അത് ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എനിക്ക് എന്താ പറയുന്നത്, 1 വർഷം കഴിയുമ്പോൾ യൂട്യൂബ് നമ്മുടെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്യും. കാരണം അല്ലെങ്കിൽ ഈ 1 വർഷം വരെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. യൂട്യൂബിൻ്റെ പ്രൊമോഷൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വ്യൂസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അത് 5 വർഷം ഇങ്ങനെ വെറുതെ വാച്ച് അവർ ആയി, ഏകദേശമായി മോണിയൊക്കെ ആവാറായ സമയത്താണ് വാച്ച് അവർ കംപ്ലീറ്റ് പോയത്. അപ്പം ഞാൻ കുറച്ചൊന്ന് റെസ്പായി, വേണ്ട യൂട്യൂബൊക്കെ വേണ്ട, നിർത്താം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ നിർത്തിയാൽ ശരിയാവത്തില്ലല്ലോ, എന്തായാലും ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങി. അങ്ങനെ ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങി. ഫസ്റ്റ് ഞാൻ പോകുന്നത് റംല എന്നും പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്, റംലയുടെ ചാനലിൽ ഞാൻ ഫസ്റ്റ് പോവുകയാണ്. ഞാൻ പറഞ്ഞ റംല, ഇതെൻ്റെ പുതിയ ചാനലിൽ ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ചാനൽ പിന്നെ ഇതുപോലെ പോയി വാച്ചവറൊക്കെ പോയി, എനിക്ക് ഇതിൽ പിടിച്ച് കയറണം. ഉടനെ എന്നെ അവിടെ പിൻ ചെയ്ത് റംല കുറേ പേരെ കൊണ്ട് ഒരു 10-25 സബ് എനിക്ക് മേടിച്ച് തന്നു. എന്നിട്ട് അന്ന് തുടങ്ങി ഫസ്റ്റ് ഡേ അന്ന് തിരിച്ച് ഞാൻ വീണ്ടും CB ചേട്ടൻ്റെ ലൈവിൽ പോയി. CB ചേട്ടനോടും കാര്യം പറഞ്ഞു, ചേട്ടാ ഇതുപോലെ ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങുവാണ്, ഫസ്റ്റ് ചാനൽ ഇതുപോലെ എൻ്റെ വാച്ചവറൊക്കെ പോയി, അതുകൊണ്ട് സെക്കൻഡ് ചാനൽ തുടങ്ങുകയാണ്. അങ്ങനെ CB ചേട്ടനും എന്നെ അവിടെ പിൻ ചെയ്തിട്ടു, കുറച്ച് സബ് അവിടെ നിന്നും കിട്ടി. എന്നിട്ട് വീണ്ടും ഞാൻ നേരെ ആഷിക്കിൻ്റെ ലൈവിൽ പോയി. അങ്ങനെ ആഷിക്കിൻ്റെ ലൈവിൽ കൂടെ പോയി. എന്നിട്ടും 50 ആയില്ല. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ കിങ്ങിണിയുടെ ലൈവിൽ പോയി. അങ്ങനെ കിങ്ങിണിയിലെ ലൈവിലും കൂടെ പോയപ്പോൾ എനിക്ക് ഏകദേശം 52 സബ്ബോളമായി. അങ്ങനെ ഞാൻ ഫസ്റ്റിലെ 50 സബ് ആയ സമയത്ത് തന്നെ ലൈവ് തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് എനിക്ക് വാച്ച് അവർ കയറിയത്.
മാത്രമല്ല ഞാൻ അതിന് വേണ്ടിയിട്ട് ഇരിക്കാറുണ്ട്. എല്ലാവരും ഈ പറയുമോ ലൈവിൽ ഇരുന്നിട്ട് വയ്യ, 1 മണിക്കൂറായി, അരമണിക്കൂറായി, എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ് എണീച്ച് പോകുന്നവരുണ്ട്. പക്ഷെ ഞാൻ അതിന് അത്രയും എഫർട്ട് എടുത്തിട്ട് തന്നെയാണ്, അത്രയും ഇങ്ങനെ കുത്തിയിരുന്നിട്ട് തന്നെയാണ് ഞാനത് വാച്ച് അവർ നേടിയത്. പക്ഷേ 2ാമത്തെ ചാനൽ തുടങ്ങിയതിൽ എനിക്ക് പരാജയം സംഭവിച്ചില്ല, ഞാൻ വിജയിച്ചു. അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ചാനൽ 5 വർഷം തുടങ്ങി, 5 വർഷവും ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നു. എന്നിട്ട് സെക്കൻഡ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ടായിട്ട് പോകും. അങ്ങനെ ഞാനൊരു കാര്യം പഠിച്ചു. അങ്ങനെ ഞാനിപ്പം സപ്പോർട്ടൊക്കെ നിർത്തിയെന്നല്ല, സമയം കിട്ടുമ്പോൾ പോവും, അത് മതി. സമയം കിട്ടുമ്പോൾ പോവും. കാരണം എല്ലാവരും വന്ന് എൻ്റെ ലൈവിലും തല കാണിച്ചിട്ടാണ് പോകുന്നത്. ഇങ്ങനെ വരും, എന്തോ നേർച്ചയ്ക്ക് വരും പോലെ ഒരു ലൈക്ക് തരാൻ വേണ്ടിയിട്ട്, ലൈക്ക് തന്നിട്ടുണ്ട്, ഹായ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ആ വഴിക്ക് പോവും. ഞാൻ ഒരു ലൈവിൽ പോയാലും ലൈക്ക് കൊടുത്തിട്ട് മാത്രം ഞാൻ പോകത്തില്ല, ലൈക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും പോകത്തില്ല. പോട്ടെ, അതൊക്കെ വേറെ കാര്യം. പിന്നെന്താ, ഇതൊക്കെ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, എന്നിൽ പ്രൗഡാണ്. എൻ്റെ പിള്ളേർ, അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. ഇപ്പം എൻ്റെ ലൈവിലുള്ളതെല്ലാം എൻ്റെ പിള്ളേരാണ്. അവരാണ് എൻ്റെ സപ്പോർട്ട്, അവരാണ് എൻ്റെ സ്ട്രെങ്ത്. എല്ലാം അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവരോടെല്ലാം ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വൺസ് മോർ നിങ്ങളെല്ലാവർക്കും, ഞാൻ എന്തെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കുമായിട്ടാണ്. കാരണം ഒത്തിരി പേരുണ്ട്, ഒരാളും 2 പേരും ഒന്നുമല്ല, ഒത്തിരി പേരുണ്ട്. നാജിയുണ്ട്, നമ്മുടെ സീനുണ്ട്, ജോബിനുണ്ട്, ലാവണ്യുണ്ട്, ഷിബുണ്ട്, മിഥുനുണ്ട്, ഫഹദുണ്ട്, പിന്നെ അലിയുണ്ട്, പിന്നെ സാലിമോനുണ്ട്, പിന്നെ അഷ്കറുണ്ട്. എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാണ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ പിള്ളേരോട് ഞാൻ താങ്ക്സ് പറയുന്നു. താങ്ക് യു വെരി മച്ച്. ലവ് യു ടു, ലവ് യു ഓൾ, ലവ് യു ടു എന്ന് പറഞ്ഞു പോയി. അതൊക്കെ തെറ്റൊക്കെ വരും, ക്ഷമിച്ചേക്ക്, നിങ്ങളെ ചേച്ചിയല്ലേ. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാജിദ ചേച്ചി സൈൻ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ബൈ.